ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷെയ്ഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലുള്ള ലാബിൻ്റെ മൊഡ്യൂളിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല ക്ലയൻസ് ഉള്ള നമ്മളുടെ ഒരു സോഫ്റ്റ്വെയറാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡിലെ ലാബ് മൊഡ്യൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സുകൾ, ഏത് രീതിയിലാണ് നമ്മുടെ ലാബിൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് നമ്മളൊരു എൻട്രി ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാവുക, ലാബിൻ്റെ റിസൾട്ടുകൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ലാബിൻ്റെ സോഫ്റ്റ്വെയറിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിനിയിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാബിൻ്റെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പൺ ആക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാബുമായി ബന്ധപ്പെട്ട എൻട്രീസും പരിപാടികളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് സെറ്റിങ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം സെറ്റിങ്സുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാസ്റ്ററിൽ പോയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്ന മെനുവിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ടെസ്റ്റ് ഐറ്റംസും ടെസ്റ്റ് ഗ്രൂപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ടെസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചധികം മറ്റു മാസ്റ്ററുകളുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ സ്പെസിമെൻ, അതേപോലെ തന്നെ മെത്തേഡ്, യൂണിറ്റ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാസ്റ്റേഴ്സും നമുക്ക് നിലവിൽ നമ്മുടെ മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റുകളാണെങ്കിലും ഗ്രൂപ്പ് ടെസ്റ്റുകളാണെങ്കിലും നമ്മൾ അത്തരം ടെസ്റ്റുകളെല്ലാം നമ്മൾ സിംഗിൾ ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഐറ്റമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിംഗിൾ ടെസ്റ്റാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ CBC എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റാണ്. അപ്പോൾ CBC എന്ന് പറയുന്ന ഗ്രൂപ്പ് ടെസ്റ്റ് ആണെങ്കിലും ആ ഗ്രൂപ്പ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആദ്യം നമ്മളൊരു ടെസ്റ്റ് ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് ആ ടെസ്റ്റ് ഐറ്റത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് ടെസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിനി നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ടെസ്റ്റ് ഐറ്റവും ടെസ്റ്റ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മാസ്റ്ററിൽ ടെസ്റ്റ് ഐറ്റം എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെസ്റ്റ് ആഡ് ചെയ്യുന്ന സ്ക്രീന്. അപ്പോൾ നമ്മളിതിലിവിടെ ആദ്യം നമ്മൾ ടെസ്റ്റിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കുക. അതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവാണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് കൊടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുക്കാനുള്ളത് അതിൻ്റെ പ്രൈസാണ്. അപ്പോൾ റേറ്റ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ റേറ്റ് എന്നുള്ള എനേബിൾ റേറ്റ് എഡിറ്റ് കോളം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്രൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് എത്രയാണ് പ്രൈസ് എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ കൊടുക്കുക. അതിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പ്രൈസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ അതിൻ്റെ യൂണിറ്റ്, ആ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ mg/dl ആണെങ്കിൽ mg/dl എന്ന് കൊടുക്കുക. ഇനി അതിന് ശേഷം അതിൻ്റെ മെഷീൻ കോഡ്, ഇൻ്റഗ്രേഷൻ കോഡ്, അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിമെൻ, എന്ത് സ്പെസിമെനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, പിന്നെ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കാം. ഏതാണ് കാറ്റഗറി എന്ന് വെച്ചാൽ കാറ്റഗറി കൊടുക്കാൻ പറ്റും. ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുക. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ FBSൻ്റെ നോർമൽ വാല്യൂ ഇപ്പോൾ ഉദാഹരണത്തിന് 80 to 120 mg/dl ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ 80/120 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ യൂണിറ്റ് മീൻസ് നോർമൽ വാല്യൂ നമ്മളിവിടെ കൊടുക്കും. ഈ നോർമൽ വാല്യൂ ആയിരിക്കും നമ്മളുടെ റിസൾട്ടിൽ നമ്മൾ നോർമൽ വാല്യൂ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാല്യൂ റേഞ്ച് ഉണ്ട്. വാല്യൂ ഫ്രം എന്ന് പറയുന്ന ഓർത്ത് നമ്മളിവിടെ 80 120 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് എൻ്റർ ചെയ്യുന്ന സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ ഇതിൽ കുറവോ വരികയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം നമുക്കൊരു ഇൻറ്റിമേഷൻ കാണിക്കും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് നമുക്കിവിടെ ഈ വാല്യൂ റേഞ്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തന്നെ നമുക്കിവിടെ സെക്സ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അത് മെയിലിനും ഫീമെയിലിനും നമുക്ക് വേറെ വേറെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിലിന് ഉദാഹരണത്തിന് 80 to 130 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഫീമെയിലിന് ചിലപ്പോൾ 80 to 120 ആണെങ്കിൽ നമുക്കിവിടെ 80 to 120 എന്ന് പറഞ്ഞിട്ട് ഫീമെയിലിനും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ചില ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് ജെൻഡർ വൈസ് നോർമൽ വാല്യൂ ചേഞ്ച് വരാം. സ്ത്രീകൾക്ക് ഇത്ര, പുരുഷന്മാർക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചില ടെസ്റ്റുകളുടെ കേസിൽ വരാം. അപ്പോൾ അതിന് ഇവിടെയാണ് നമ്മൾ റിസൾട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി, അതായത് റിസൾട്ടുമായി ബന്ധപ്പെട്ട് അടുത്ത് വരുന്നൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഏജ് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ടെസ്റ്റുകൾക്ക് ഇതേപോലെ തന്നെ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഉള്ള
ആളുകൾക്ക് ഒരു റേഞ്ചും അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന ആളുകൾക്കൊക്കെ മറ്റൊരു റേഞ്ചൊക്കെ വരുന്ന ടെസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്കിവിടെ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുത്തതിന് ശേഷം ഉദാഹരണത്തിന് ഇയറാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ടെസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 80 to 100 ആയിരിക്കും വിചാരിക്കുക. ഇനി അത് തന്നെ നമുക്കിപ്പോൾ ഇവിടെ 10 വയസ്സിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 10 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ടെസ്റ്റിന് ചിലപ്പോൾ നമുക്കത് 80 to 120 ആയിരിക്കും അവരുടെ റേഞ്ച്. അപ്പോൾ നമുക്കിവിടെ 80 to 120 എന്ന് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ആ റേഞ്ച് ഇവിടെ സെറ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളും നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഏജ് വൈസ് ഏതെങ്കിലും ടെസ്റ്റുകൾക്ക് റിസൾട്ട് സേവ് ചെയ്യേണ്ട സാഹചര്യം അല്ലെങ്കിൽ നോർമൽ വാല്യൂസ് സേവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേ രീതിയിലാണ് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റിന് ഇതേപോലെ ഏജിൻ്റെ കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേപോലെയാണ് അത്തരം കേസുകൾ നമുക്ക് വേണ്ടി വന്നാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് FBS എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ബേസിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ടെസ്റ്റും കൂടി ഇവിടെ ആഡ് ചെയ്യാണ്. RBS എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടെസ്റ്റും കൂടി എന്ത് ചെയ്ത് ഇപ്പോൾ ആഡ് ചെയ്ത് ഇനി അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ റേറ്റ് കൊടുക്കുക, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ യൂണിറ്റ് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ അതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ആ നോർമൽ വാല്യൂ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റും കൂടി ഇപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ടെസ്റ്റുകൾ, അതായത് ഒരു സിംഗിൾ ടെസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ടെസ്റ്റും നമ്മൾ സിംഗിൾ ടെസ്റ്റായിട്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു CBC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ടെസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ CBC എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ആദ്യം നമ്മളുടെ സിംഗിൾ ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ CBC എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടെസ്റ്റും കൂടി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നോർമൽ വാല്യൂസും ഉണ്ടാവില്ല, കാരണം ഗ്രൂപ്പ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ അണ്ടറിലുള്ള ടെസ്റ്റുകൾക്കായിരിക്കും നോർമൽ വാല്യൂസ് ഉണ്ടാവുക. ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ പേരിന് നോർമൽ വാല്യൂസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ പേര് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ CBCൻ്റെ ഒരു പേരും കൊടുത്തിട്ട് ഞാനിപ്പോൾ ആ ടെസ്റ്റ് ഇവിടെ എന്ത് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണെങ്കിലും ഗ്രൂപ്പ് ടെസ്റ്റുകളാണെങ്കിലും അത് ആദ്യം സിംഗിൾ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ടെസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് CBC എന്ന് പറയുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മളിനി ഇവിടെയും CBC ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ CBC എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന പേര് ഇവിടെ കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്കിവിടെ ഇതേപോലെ തന്നെ റേറ്റ് എനേബിൾ ആക്കാനുള്ള ഒരു കോളുണ്ട്. അപ്പോൾ റേറ്റ് എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ടെസ്റ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ താഴെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ റിമാർക്ക് എന്താ വെച്ചാൽ റിമാർക്ക് കൊടുക്കുക. ആ ടെസ്റ്റ് അതിൻ്റെ ഗ്രൂപ്പുകൾ പിന്നെ എന്തെങ്കിലും കാറ്റഗറൈസേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ ടെസ്റ്റിൻ്റെ റെഫറൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ടെസ്റ്റിൻ്റെ അത് കൊടുക്കാം, റെഫറൻസ് ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ഗ്രൂപ്പ് ടൈപ്പിൽ അത് പാക്കേജ് ആണോ നോർമൽ ടെസ്റ്റ് ആണോ എന്നൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൈമറി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ ടെസ്റ്റിൽ നിന്നും ആ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇതിന് ഹെഡിങ് ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും പിന്നീട് അതിൻ്റെ ആ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ മെയിൻ ഹെഡിങ് ആയിട്ട്, അല്ലെങ്കിൽ അതാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. ഇനി ഇതിൻ്റെ താഴേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ടെസ്റ്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ടെസ്റ്റിലേക്ക് വരുന്ന മറ്റ് ടെസ്റ്റുകൾ ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിതിലേക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇവിടെ ആഡ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതേപോലെ നമുക്ക് എത്ര ടെസ്റ്റുകളാണോ ആ ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഈ ടെസ്റ്റ് സേവ് ചെയ്യുന്നതോടുകൂടി ഇത് നമ്മളുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്ററിലിവിടെ ടെസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളിടത്ത് നമുക്കിവിടെ CBC എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും.
ഇനി ഇതിൽ അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻറ്റ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്ക് വേണമെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് 2 ഗ്രൂപ്പ് ടെസ്റ്റുകൾ കൂടിയതാണ് മറ്റൊരു ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം കേസിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഗ്രൂപ്പ് ടെസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ അണ്ടറിലേക്ക് ഈ ഗ്രൂപ്പ് ടെസ്റ്റും കൂടി എന്ത് ചെയ്യും, വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ക്ലബ് ചെയ്തിട്ടും ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഗ്രൂപ്പ് ടെസ്റ്റുകളും ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലാബിൻ്റെ എൻട്രി നടക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതേപോലെ നമുക്ക് എത്ര ഗ്രൂപ്പ് ടെസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ വേണമെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ആ 2 ഗ്രൂപ്പ് ടെസ്റ്റുകളെ ക്ലബ് ചെയ്തിട്ട് വേണമെങ്കിൽ മൂന്നാമതൊരു ഗ്രൂപ്പ് ടെസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാനും നമുക്ക് നിലവിൽ കഴിയുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ എൻട്രി സ്ക്രീനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഐറ്റംസും അതേപോലെ ടെസ്റ്റ് ഗ്രൂപ്പുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളുടെ ടെസ്റ്റ് എൻട്രീസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിപ്പോൾ PID അല്ലെങ്കിൽ OP നമ്പർ അല്ലെങ്കിൽ IP നമ്പറൊക്കെ അടിച്ചാൽ നമുക്ക് പേഷ്യൻറ്റിനെ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല ഒരു ജസ്റ്റ് വാക്കിൻ ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ പേഷ്യൻറ്റിൻ്റെ പേരടിക്കാം. അതേപോലെ തന്നെ അവരുടെ ടെലഫോൺ നമ്പർ, പിന്നെ അതേപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറിലി നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ജെൻഡർ എന്താണെന്ന് വെച്ചാൽ ജെൻഡർ കൂടി കൊടുക്കുക. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്കിവിടെ നമ്മളുടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കിവിടെ ടെസ്റ്റ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ നമുക്കിവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഐറ്റംസും ഇവിടെ ലിസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സിംഗിൾ ടെസ്റ്റാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ആ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ നോർമൽ യൂണിറ്റ് നമ്മൾ ടെസ്റ്റ് മാസ്റ്ററിൽ കൊടുത്തിട്ടുള്ള നോർമൽ വാല്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ടെസ്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുന്നതോടുകൂടി നമുക്കിവിടെ ടെസ്റ്റ് ഗ്രൂപ്പ് ഇതിലേക്ക് എന്ത് ചെയ്യും, ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരേ എൻട്രിയിൽ തന്നെ ടെസ്റ്റ് ഗ്രൂപ്പുകളും സിംഗിൾ ടെസ്റ്റുകളും ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് നിലവിൽ പോസിബിളാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു ടെസ്റ്റ് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടെസ്റ്റ് സേവ് ആക്കി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഫസ്റ്റ് നമ്മൾ ബില്ലാണ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെസ്റ്റ് സേവ് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ പോയിട്ട് ഈ പ്രിൻറ്റ് ബില്ല് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻറ്റിന് ബില്ല് ജനറേറ്റ് ആവും. ഇനി അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽ നമ്പർ കൊണ്ട് പേഷ്യൻറ്റ് തിരിച്ച് വരുന്ന സമയത്ത് ആ എൻട്രി നമ്പർ ഇവിടെ റിട്രീവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാബ് ടെക്നീഷ്യന് അവരുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഈ എൻട്രി ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ റിസൾട്ടും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ടെസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ റിസൾട്ട് അടിക്കുന്ന സമയത്ത് എത്രയാണ് ആ പേഷ്യൻറ്റിൻ്റെ ഓരോ ടെസ്റ്റിനും വന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരു എബോവ് നോർമൽ വാല്യൂ ആണെന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ടെസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂ കൊടുത്ത് എബോവ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റിമേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻറ്റിമേഷനാണ് ഇപ്പോൾ ഇവിടെ നിലവിലിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ടെസ്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ റേറ്റും കൊടുത്തിട്ട് റിസൾട്ടും കൊടുത്തതിന് ശേഷം നമ്മൾ എൻട്രി എഗെയിൻ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പോയിട്ട് ഈ റിസൾട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള ലബോറട്ടറി റിസൾട്ട് നമുക്ക് ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ലാബിൻ്റെ സോഫ്റ്റ്വെയറിൽ ടെസ്റ്റുകൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് രജിസ്റ്റർ അതേപോലെ തന്നെ പേഷ്യൻ്റ് രജിസ്റ്റർ പോലത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അതാത് ദിവസങ്ങളിലെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ അത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാബുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈമറി പറയാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളുടെ ഇവിടെ യൂട്ടിലിറ്റിയിലെ ഓപ്ഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ സെൽഫായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാബിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് സെൽഫായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക.
കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.